ലാ, 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 ലാ. ഒരു ചൂടാണ് ഭഗവാനെ. മീനാ നോക്ക പോലും ചെയ്യാതെ പോയി. നമ്മൾ വാങ്ങിക്കലൊന്നും അങ്ങേർക്ക് നല്ല ഉറപ്പുണ്ട്. വെയിലത്ത് എങ്ങനെയും മനുഷ്യന്മാരെ ജീവിക്കണം. എന്നാലും ഈ വെയിൽ കൊണ്ട് ഒരേ ഒരു ഗുണമുള്ളത്, ഈ തുണിയൊക്കെ 10-15 മിനിറ്റ് കൊണ്ട് ഉണങ്ങി കിട്ടും. പാവപ്പെട്ട മനുഷ്യന്മാര് എത്ര കഷ്ടപ്പെട്ടാലാണ് ഈ വെയിലത്ത് ജീവിക്കാൻ പറ്റുന്നത്. ഹലോ അമ്മ, ഇത് ആരോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ എന്നോട് തന്നെ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഈ ഇടയായിട്ട് അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരം കൂടുതലാണ്. മിക്കവാറും അമ്മ ഒരു ഡോക്ടറെ കാണിക്കേണ്ടി വരും. സംസാരിച്ചിട്ടൊന്നും ഒരു ഗുണമില്ലാത്ത നിന്നോട് സംസാരിക്കാളും ഭേദം ഞാൻ എന്നോട് തന്നെ സംസാരിക്കണതാ. ഇപ്പൊ അങ്ങനെയായി. അതിലൊരു സന്തോഷം. നല്ല സന്തോഷം. എനിക്കേ ഇല്ല, ഇന്ന് എന്താണ് വിഷയം സംസാരിക്കാൻ? അങ്ങനെ പൊതുവെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിഷയമൊന്നും വേണമെന്നില്ല. എന്ത് വിഷയത്തിലും ഞാൻ എനിക്കറിയാലോ, കാക്ക പൂച്ച അങ്ങനത്തെ ഒക്കെ വിഷയങ്ങളാണല്ലോ അമ്മ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്. ഇന്ന് എന്താണ് വിഷയം എന്നാണ് ഞാൻ ചോദിച്ചത്. ഇന്നത്തെ വിഷയം വെയിലാണ്. വെയില്, ചൂട്. എന്തൊരു ചൂടാണല്ലേ, മനുഷ്യന് ജീവിക്കാൻ പറ്റൂല. റൂമിലൊന്നും ഇരിക്കാൻ വയ്യ, ഭയങ്കര ചൂട്. അയ്യോ, നീ അതിന് എന്ത് വെയില് കാണുന്നു? രാവിലെ തൊട്ട് രാത്രി വരെ മറ്റേ മൊബൈലില് കുത്തിക്കൊണ്ടിരുന്ന് ഫാനും ഇട്ട് AC ഇട്ടോണ്ടിരിക്കാൻ നിങ്ങൾക്കൊക്കെ ചൂടറിയാവോ? പുറത്തിറങ്ങിയാലേ ചൂടറിയുള്ളൂ. സാധാരണ മനുഷ്യന്മാര് പണിയെടുക്കുന്ന ആൾക്കാരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അമ്മ, കറണ്ട് പോയാൽ അതിന്റെ അകത്തൊന്നും ഇരിക്കാനൊന്നും പറ്റൂല, ഭയങ്കര ചൂടാണ്. ഓ, അപ്പൊ അറിയുമല്ലേ ഇച്ചിരി ചൂട്. ആ വേർപ്പാണ് വലിയ പ്രശ്നം പറഞ്ഞത്. അപ്പൊ റോഡിൽ ഇറങ്ങി പണിയെടുക്കുന്ന, ആ പൊരി വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കാരെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ടാണ് ഗവൺമെന്റ് പറയുന്നത് 11 തൊട്ട് 3 മണി വരെ പുറത്തിറങ്ങാൻ പാടില്ല, സൂര്യാഘാതം ഏൽക്കും. അങ്ങനെ പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാലേ വീട്ടിൽ അടുപ്പ് പുകയോ? അന്നുള്ള കാശിന് വേണ്ടിട്ട് പണിയെടുക്കുന്ന ആൾക്കാരെ 4 മണിക്കൂർ ലീവ് എടുത്തിരുന്നു കഴിഞ്ഞാൽ വീട്ടിൽ കുടുംബം മൊത്തം പട്ടിണിയായി പോവും. അങ്ങനെയൊക്കെ ചിന്തിക്കണം ഇടയ്ക്കിടയ്ക്ക്. പുറത്തിറങ്ങി ഇടയ്ക്കൊന്ന് കറങ്ങിയൊക്കെ നോക്കണം കേട്ടാ, എന്നാലേ മറ്റുള്ളവരെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. തുണിയൊക്കെ കഴിഞ്ഞോ? അമ്മ പിങ്കി എവിടെ? പിങ്കി നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അവിടെ ഒന്നും കാണാനില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് നോക്കിയത്. ഞാൻ വിചാരിച്ച അമ്മയുടെ കൂടെ ആയിട്ട് കാണൂ. ഇവിടെ ഒന്നും കാണാനില്ല. ഇങ്ങോട്ടൊന്നും വന്നില്ല അവള്. ഇല്ലേ? പിന്നെ എവിടെ പോയി? അതെല്ലാം കാണാം, നോക്കാം. പിടി. ിരിക്കുന്നവള് അതാ എന്തോ കുറുക്കി കഴിച്ചോണ്ടിരിക്കുന്നത്. ഇതൊക്കെ എപ്പോഴും ഇത് തന്നെ പണി. എന്തോ കുറുക്കാ? ക്ഷമ, ഇത് കുറുക്കൊന്നുമല്ല. ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയ ഫേസ് പാക്ക്. നിനക്ക് കൂടെയാ? ഇതാ എന്റെ പൊന്നു മോളെ, ഇതിന്ന് ഒരു തുള്ളി പോലും കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. കൂടടി, അവള് പാവം ചോദിക്കണല്ലേ. ഞാൻ ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. അല്ല, ഇത് എന്തൊക്കെ ചേർത്ത്? ഇതിനകത്ത് ഞാൻ കടലമാവ് ചേർത്ത്, തേന്, നാരങ്ങ നീര്, പിന്നെ കുറച്ച് മറ്റേ പഴമില്ലേ, എന്താ ഇവിടെ ഇരുന്ന് മറ്റേ നമ്മള് പഴം ഒരു ഇച്ചിരി സാധനം അത്രയും എടുത്തിട്ട് നശിപ്പിച്ചടി. ഇല്ല, ഞാൻ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് സെറ്റ് വെച്ച്. കുറച്ച് താ എനിക്ക്. പറ്റൂല അമ്മ പറ, അമ്മ എനിക്ക് കൂടി തരാൻ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ കൊടുക്കണം. കൊടു. ഇത് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ഞാൻ തേച്ചോ മര്യാദയ്ക്ക് കൊടുക്കണ്ടോ? ഉറപ്പാണല്ലോ, തരൂലല്ലോ. എന്റെ ഒരു ഐലൈനർ പോലും ഞാൻ നിനക്ക് തരൂല. നോക്കിക്കോ, അവർക്ക് സാമർഥ്യമുണ്ട്. തരൂല. നീ പറഞ്ഞല്ലോ എനിക്ക് മസ്കാര തരാന്ന്. തരൂ. അത് തരണമെങ്കിൽ നീ ഇത് എനിക്ക് ഇട്ടേരാ. ഓക്കെ, ഇത് ഞാൻ തരാം. ഇട്ട് തരുമോ? നീ എന്റെ മുഖത്തിട്ട് തരൂ. ഇത് എനിക്ക് ഇട്ടെന്നാ ഞാൻ തിരിച്ചിട്ട് തരാം. ഇട്ടേരല്ലോ. ശരി, കോംപ്രമൈസ് ആയി. അമ്മയ്ക്ക് വേണമ്മ? ഓ, എനിക്ക് ആവശ്യമില്ല. കാരണവന്മാർ അനുഗ്രഹിച്ചേ നല്ല ഭംഗിയും കോലുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നെഞ്ചു വേദനിക്കണമ്മ ഇമാതിരി തള്ളൊക്കെ കേട്ടിട്ട്. അയ്യേ, തള്ളു. എനിക്ക് തള്ളേണ്ട ആവശ്യമൊന്നുമില്ല, ഒറിജിനലി ഉള്ളതുകൊണ്ട്. നിനക്കൊക്കെ വേണം ആർട്ടിഫിഷ്യലി സൗന്ദര്യം ഉണ്ടാക്കി അതൊക്കെ വാരി തേക്കണത്. വാരി തേച്ചോണ്ടിരിക്കും. നീ ഇട്. ഇത് പിടിച്ചോ സ്പൂണ്. ബ്രഷ് വെച്ചിട്ട് ഇവിടെ ഡ്രസ്സിലൊന്നും ആവരുത്. ഇല്ല, കഴുത്തിലിടണ്ടല്ലോ. വേണ്ട, ഇതിലൊക്കെ ആവും. കഴുത്തിലും കൂടെ ഇടണോന്നാണ്. പിന്നീട് ഡ്രസ് ചേഞ്ച് ചെയ്യും. എന്താടി പോസ്റ്റോടി? പക്ഷേ പിന്നെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. എന്നാ സംസാരിക്കണ്ട, വായ വെച്ച് മിണ്ടായി.
എന്തോടി ഇത്? എടി ഫേസ് പാക്ക് തുടങ്ങുമ്പോ അങ്ങനെ തന്നെടി. എന്ത് കഷ്ടത്. ഒരു നല്ല കാര്യം ചെയ്യാൻ പാടില്ല ഇവിടെ. അയ്യോ എന്റെ സ്കിന്നൊക്കെ ചുളുങ്ങണ്. ആ ചുളുങ്ങണല്ല, അത് ഒട്ടി പിടിക്കണത്. കുറച്ച് കഴിയുമ്പോ കഴുകി കളയുമ്പോ പൊക്കും. ഡേ അതെ ഈ എന്താ പറയാ നിറം കൂട്ടാൻ വേണ്ടിട്ടേ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിട്ടുള്ള എന്തെങ്കിലും ഫേഷ്യൽ ഉണ്ടോ? ആർക്ക്? ഇത് നിനക്ക്? എടി നിനക്ക് എവിടെ പഠിപ്പിക്കാൻ? എടി എന്ത് പറയാനാ, കൈയും കാലിലൊക്കെ ഭയങ്കര ടാനടേ. എന്നെ റിങ്ക് ചെയ്ത് അഹങ്കാരല്ലേ റിങ്ക്? ഇത്രയും വെളുത്തിരിക്കുമല്ലോ, നീ എന്തിനാ വെളുക്കുന്നേ? എടി എന്റെ കൈ ഇങ്ങനെ ആയിരുന്നു അടി, എന്റെ നിറമായിരുന്നത് മൊത്തം വെയിലടിച്ച് കറുത്തുപോയി. അന്നെ വെയിലടിക്കാൻ നീ വെയിലത്ത് എന്ത് പണിയെടുക്കുന്നേ? അതൊന്നും നിനക്ക് പറയാൻ മനസ്സിലാവും, നീ കൊച്ചു കുട്ടിയാണ്. പറ അയ്യോ എന്റെ പൊന്നച്ചാ ഫേസ് പാക്ക് ഇട്ടിരിക്കണ്. അച്ഛൻ മുഖത്ത് നല്ല ഗ്ലോയും പിമ്പിൾസ് ഒക്കെ മാറാൻ വേണ്ടിട്ട് മുഖത്തിടണ്ട ഒരു സാധനം. ഇതിനൊക്കെ ഒത്തിരി കാശാവൂലേ മോളെ? എന്തിന്? ഞാൻ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ വെച്ച് ഉണ്ടാക്കിയതാണ്. കാശ് അപ്പോഴേ മോളെ ഇതിട്ടാലേ പ്രായം കുറവായിട്ട് തോന്നും. പ്രായം കുറവായിട്ട് തോന്നുന്നു. ആന്റി ഏജിന്റെ ഫേസ് മാസ്ക് അതെന്റെ ഫേസ് പാക്ക് ഉണ്ട്. അതിട്ട് കഴിഞ്ഞാൽ മുഖമൊക്കെ ചുളിവൊക്കെ മാറി കുറച്ചുകൂടി എങ്ങാവും. അച്ഛൻ വിചാരിച്ച നടക്കൊച്ച, അച്ഛൻ പൊളിയല്ലേ. എന്നാലേ മക്കളെ അച്ഛന്റെ മുഖത്തിന് പറ്റി ഇതുപോലത്തെ സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനും ഒന്ന് തേച്ചിരു. കുറച്ച് പ്രായം കുറവായിട്ട് തോന്നണം. സീരിയസ് ആയിട്ട് പറഞ്ഞു. പിന്നെ അത് ബാങ്കിൽ എല്ലാവർക്കും പൊതുവെ ഒരു അഭിപ്രായമുണ്ട്, ഞാനൊരു പഴഞ്ചനാണെന്ന്. സുമലത ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും. ഞങ്ങൾക്കും അങ്ങനത്തെ അഭിപ്രായം ഉണ്ട്, അച്ഛനൊരു പഴഞ്ചനാണ്. സുമലത കാണിക്കാനാണല്ലേ? അല്ല, എല്ലാവർക്കും ഉണ്ട്. രാംകുമാർ സാറ് പറയും രവിയെ കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രായം തോന്നിക്കുന്നു. സത്യം. അവനിപ്പോ അച്ഛന് യങ്ങാവണം. ഓ ആ തോന്നൽ അച്ഛൻ ഇപ്പോഴെങ്കിലും ഉണ്ടായല്ലോ അച്ഛാ. എന്റെ ദൈവമേ. ഉണ്ടല്ലേ, വഴിയുണ്ടല്ലേ? പിന്നെ യൂട്യൂബിനകത്തുണ്ട്, ഞാൻ ഉണ്ടാക്കിട്ട്. അതൊക്കെ അവള് പറഞ്ഞുതരും. നീ പറഞ്ഞോളൂ, എനിക്ക് ഇത് ഇട്ടൊന്നും സംസാരിക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ ഉണ്ടാ? ഇത് ഇട്ട് കഴിഞ്ഞാലേ ഇങ്ങനെ നീറ്റലൊക്കെ ഉണ്ടാവും. നീറ്റലൊന്നുമില്ല. ചിലപ്പോ നമ്മള് നാരങ്ങയൊക്കെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇടാണെങ്കിൽ ചിലപ്പോ ഇവിടെ നീറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നല്ലതാണ്. പിന്നെ വെളുക്കാൻ തേച്ചത് പാണ്ടാവൂലല്ലോ. അങ്ങനെ പാണ്ടാവും. അപ്പൊ അച്ഛനും വേണം. മോളെ അച്ഛന് ചെയ്തു തരണം. ചെയ്തു തരാന്ന് എല്ലാവർക്കും ചെയ്യാൻ പിന്നെ എനിക്ക് ചെയ്തത് തണുപ്പ്, നല്ല തണുപ്പ്. തണുപ്പുണ്ടാവും. അച്ഛാ ഈ ഫേസ് പാക്കേ എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാ 2 മാസം കൊണ്ട് അച്ഛന്റെ 10 വയസ്സ് കുറച്ച് തോന്നിക്കും. അതെ. അപ്പോഴേ എന്നെ കണ്ട അമ്മയെക്കാളും ചെറുപ്പമായിട്ട് തോന്നുമല്ലേ? അമ്മ കേക്കണ്ട, പറയണ്ട കേട്ടോ. അച്ഛൻ ചെറുപ്പമാവാൻ വേണ്ടിട്ടേ ഈ ഫേസ് പാക്ക് മാത്രം ഇട്ടാ പോരാ, പിന്നെ അച്ഛന്റെ മനസ്സും കൂടെ ചെറുപ്പമാവണം. അതങ്ങനെ? അത് ഇവള് പറഞ്ഞ ശരിയാണ്. ആദ്യം അച്ഛന്റെ ഈ ബാങ്കിലെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണം കുറച്ചു നേരത്തേക്ക്. എന്നിട്ട് നല്ല മൈൻഡ് റിലാക്സ് ആക്കുന്ന രീതിയിലുള്ള നല്ല പാട്ടുകളൊക്കെ കേട്ട് ഒരു സൈഡിൽ മാറി ഇരിക്കണം കുറച്ചു നേരം. മോളെ പാട്ട് ഞാൻ എപ്പോഴും കേൾക്കും. അച്ഛൻ കേൾക്കുന്ന പാട്ട് എനിക്കറിയാം. 70s കാലഘട്ടത്തെ പാട്ടല്ലേ? നല്ല പാട്ടുകൾ. ഓ എന്റെ പൊന്നച്ഛ, അത് കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ വീണ്ടും കളവനാവേ ഉള്ളൂ. പിന്നെന്ത് ചെയ്യണം? അച്ഛൻ ന്യൂജൻ പാട്ടുകൾ കേൾക്കണം. ഈ യോ പാട്ടുകളില്ലേ, അതുപോലത്തെ പാട്ടുകൾ. അതൊക്കെ എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും? അച്ഛൻ ന്യൂജനാവണോ? അപ്പൊ അതൊക്കെ കേക്കണം. കേക്കാം. എന്നൊരു കാര്യം ചെയ്യും, നിങ്ങളെ കുറച്ച് വൈബുള്ള പാട്ടുകൾ എന്റെ ഫോണിലോട്ട് അയച്ചോ, ഞാൻ ഇടയ്ക്ക് കേട്ടോളാം. ഓക്കെ. പിന്നെ അത് മാത്രം പോരാ, ന്യൂജനാവണമെങ്കിൽ പിന്നെന്തോണം? അച്ഛന്റെ ഈ ഡ്രസ് സ്റ്റൈലും ഒക്കെ മാറ്റണം. നടപ്പ്, ഇരിപ്പ് എല്ലാം. അതെ, മൊത്തത്തിലൊന്ന് ഉടച്ചു വറക്കേണ്ടി. അതെ, എല്ലാം മാറ്റുന്നതിന്റെ കൂടെ ആ പാട്ട വണ്ടിയും കൂടി മാറ്റി കഴിഞ്ഞാൽ അച്ഛൻ ന്യൂജനായി. നടന്നു തന്നെ. വണ്ടി കുഴപ്പമില്ലല്ലോ. അത് പറയുമ്പോ അച്ഛന് സങ്കടം വരുമെന്ന് അറിയാം, പക്ഷെ അച്ഛൻ ന്യൂജനാവണോ ഇതെല്ലാം ചെയ്യണം. ശരി, നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്യാം. അവിടെ ഈ സൈഡിലിട്ടോളൂ. ചുമ്മാതല്ല, നമ്മുടെ ഓഫീസിലെ രതീഷൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇടുന്നുണ്ട്. അത് വെളുവെള്ളാന്നാണ് അവനൊക്കെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മനസ്സിലായി. എന്നാലും അവന് എന്നെക്കാളും ഒരു 10 വയസ്സിന് ചിലപ്പം എളുപ്പം ഉണ്ടാവും. എന്നാലും 25 വയസ്സൊക്കെ പോലെയാണ് അവനെ കണ്ടായിരിക്കുന്നത്. മോളെ മതി മോളെ, എല്ലായിടത്തും ആയില്ലേ? നോക്കട്ടെ. എല്ലായിടത്തായി.
മതി. എന്നാലേ ഓക്കെ. ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയത്. ആ ഒരു 20 മിനിറ്റ് മുഖത്തൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. പോ. അമ്മ എവിടെ? അവിടെ കാണും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോ അതിന് തുടങ്ങും. പോ പോ. ഓക്കെ. ഓക്കെ. ചേച്ചി നമ്മുടെ അച്ഛനെ ചെറുപ്പമായി ഷോർട്സും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കണം ആലോചിക്ക്. ഓ പൊളിയായിരിക്കൂലേ. നമ്മുടെ അച്ഛനെ കൊച്ചു ചെറുക്കനെ പോലെ ഇരിക്കൂലേ കണ്ടു കഴിഞ്ഞാ. വയ്യ. ചേച്ചി രാമങ്ങളുണ്ടല്ലോ, ഗൾഫിൽ നിന്ന് വന്നപ്പോഴേക്കും കുറച്ച് ടീഷർട്ടും ഷോർട്സ് ഒക്കെ കൊണ്ടുവന്നില്ലേ മാമൻ ഇടാനായിട്ട്? ഓ അന്ന് കൊണ്ടുവന്നു. അതൊക്കെ എഴുതിക്കുന്നത് അതൊക്കെ മേളിൽ അലമാരയിലുണ്ട്. ആണോ? ലേശം വെളുത്താന്ന് തോന്നുന്നു. പിള്ളേരുടെ ഒരു കാര്യം. मेरे सपनों की रानी कब आएगी तू आयुरुकु मजगानी नन आएगी चलिया लालिया കാണാനൊക്കെ ഗെറ്റപ്പൊക്കെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, പ്രായം കുറയും. ഇവിടെയൊക്കെ ഡൈ അടിക്കണം ഒന്നുകൂടി. കുളിച്ച് കുട്ടപ്പനായല്ലോ. നോക്ക് എങ്ങനെയുണ്ട്? ആ ഫേസിനൊക്കെ ഒരു തിളക്കമൊക്കെ വന്നു. വെളുത്താ? നല്ല രസമുണ്ട് ഇപ്പൊ കാണാൻ. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ഡെയിലി യൂസ് ചെയ്താ മതി. 20 മിനിറ്റ് 20 മിനിറ്റ് ചെറുപ്പം ചെയ്യും. മുക്കിന്റെ ഇവിടെയൊക്കെ വെളുത്തില്ലേ? അതാണ് മൂക്കിന്റെ തുമ്പ് നല്ല നിറമുണ്ടല്ലേ. അതെ, ഈ വെയിൽ കൊള്ളുന്നോണ്ടാണ് ഞാനേ. അതെ അച്ഛാ. അല്ല ഈ മുഖമൊക്കെ നമ്മൾ വെളുപ്പിച്ചു കിടലാക്കി. ഈ ഡ്രസ് എന്തോന്നു നല്ല ഇപ്പൊ എടുത്തിട്ടത്. അയ്യോ ഡ്രസ് പഴഞ്ച വേഷം ഇട്ടോണ്ടാണ് അച്ഛൻ ചെറുപ്പാവും നിങ്ങളെ. അച്ഛ എപ്പോഴും ഇതല്ലേ ഇടുന്നേ. അതുകൊണ്ടല്ലേ എപ്പോഴും ഇടുന്ന കാര്യങ്ങളൊന്നും ഇനി ഇടാൻ പറ്റൂല. ചെറുപ്പാവണ്ടേ ചേച്ചി? ഇത് അങ്ങ് ഇടുക. ടീഷർട്ട് ഇടും. അയ്യോ ഇതെന്തോന്ന്? ഷോർട്സ്. അച്ഛ ഇതൊന്നും ഇടൂലെന്ന് അറിഞ്ഞൂടെ മക്കളെ? ഇനി ഇടാലോ അല്ലേ? ഇനി ഇടാം. എന്തോ മോളെ എന്താ ഇതിന് പ്രശ്നം എന്തോന്ന്? അച്ഛന് ചെറുപ്പമാണെങ്കിൽ ഞങ്ങള് പറയണ പോലെ കേൾക്കേണ്ടി വരും കേട്ടോ. കേക്കാന്നല്ലേ പറഞ്ഞേ? ഇടാം. ഇടുമല്ലോ. പിന്നെ ഹെയർ സ്റ്റൈൽ ഹെയർ ഒക്കെ ചേഞ്ച് ചെയ്യണം. ദാ ജെല്ല് നമുക്ക് ഇതൊക്കെ അങ്ങ് ചേഞ്ച് ആക്കി ഇതെന്തിന് സ്പൈക്ക് വയ്ക്കണം. സ്പൈക്കാ ഇങ്ങനെ പൊങ്ങിയിരിക്കണേ? അയ്യേ അതൊക്കെ ബോറ്. ഒരു ബോറും ഇല്ല. ഞങ്ങൾ പറയണല്ലോ അങ്ങ് കേട്ടാ. അച്ഛാ അവിടെ വന്ന് ഇരി അച്ഛാ. ഒന്ന് വാ. പെട്ടെന്ന് റെഡി ആയിട്ട് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കണം. സർപ്രൈസ് കൊടുക്കണം. മുടിയൊക്കെ ഞങ്ങൾ സെറ്റ് ആക്കി തരാം. ഇത് ഒട്ടിയിരിക്കുമല്ലേ ജെല്ലിയൊക്കെ തേച്ച്? അപ്പൊ നമുക്ക് ചിന്തനാവാ. സൂപ്പർ ആയിട്ട് അച്ഛനോട് ഇരിക്കണേ. അമ്മ ചോദിച്ചിട്ട് അമ്മ വാ. എന്തോ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അതൊക്കെ സർപ്രൈസ് കാണേണ്ടതാണ്. പറഞ്ഞൊരു സുഖമില്ല. അതെ. എന്നിട്ട് എവിടെ സർപ്രൈസ് എവിടെ? അതൊക്കെ ഉണ്ട്. ഞാൻ ഇരിക്കട്ടാ. കണ്ണട. അച്ഛാ അച്ഛാ ഇല്ല അച്ഛൻ വന്നില്ല. അച്ഛാ 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 കണ്ണട. മണി എങ്ങനെയുണ്ട്? യോയോ എന്ത് കോല ദിവ്യേട്ടാ ഇത്. ഫേക്ക് കോലം. കേക്കോലോ അല്ലാതെ അച്ഛൻ ഭയങ്കര ചുള്ളനായിരിക്കുമല്ലേ? ന്യൂജനായി കണ്ടില്ലേ സ്പൈക്ക് ഒക്കെ വെച്ചിട്ട്. ചുള്ളൻ സ്പൈക്ക്. എന്തോന്ന് മണി ഇത്? ദിവ്യേട്ടാ ഞാനേ കുറച്ച് ചെറുപ്പമാണെന്ന് നമ്മുടെ മക്കളടുത്ത് പറയുമ്പോ അവരെ ചെറുപ്പാക്കിയണ്ട.
പിള്ളേർ ഓരോന്ന് പറയുന്ന അനുസരിച്ച് താളത്തുള്ള പരിപാടിയാണിത്. അയ്യോ അമ്മ, ഞങ്ങൾ എന്തോന്ന് പറയാനാണ്? അച്ഛൻ വന്ന് പറഞ്ഞ് ഓഫീസിൽ എല്ലാരും കളിയാക്കുന്ന ഒരുപാട് പഴഞ്ചനെ പോലെയാണ് ഇപ്പൊ നടക്കുന്നതെന്നൊക്കെ അതന്നെ മണി, ഞങ്ങൾ ചെറുപ്പമാക്കി. ഓഫീസിൽ എല്ലാരും പറഞ്ഞ് രവി കുറച്ച് പഴഞ്ചനാണ് എന്ന് പറഞ്ഞപ്പോ ഞാനത് പിള്ളേർ തോന്നി പിള്ളേരെന്നെ കുറച്ച് ചെറുപ്പമാക്കി. ഒരു ആഗ്രഹം പറയുമ്പോ നമുക്ക് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതെ, നിങ്ങൾ പഴഞ്ചനാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ലല്ലോ. അത് പിന്നെ അമ്മ കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞെന്നല്ലേ. അപ്പൊ അമ്മേരെ സ്വന്തം ഭർത്താവുമ്പോ അമ്മയ്ക്ക് പഴഞ്ചനാണെന്നൊന്നും തോന്നൂല. അതുപോലെയാണോ നാട്ടുകാര്? പണ്ടർക്ക് അങ്ങനെയൊക്കെ തോന്നിയിരിക്കും. രവിയേട്ട മാറ്റി കണ്ടിട്ടല്ലേ ഒരുമാതിരി തോന്നുന്നു. ഇത് നീ അസൂയുണ്ട് പറയണല്ലേ? നന്നായിട്ടുണ്ട് എനിക്ക്. അസൂയ ഈ കോലം കണ്ടിട്ട് ആർക്കെങ്കിലും അസൂയ തോന്നുന്നു? സത്യത്തിലെ ഇത് ആദ്യം കുറച്ച് എനിക്ക് ഒരു ഇറിറ്റേഷൻ ഒക്കെ തോന്നി. പക്ഷെ ഇപ്പൊ ഇതിൽ ഞാൻ ഓക്കെയാണ്. നല്ല സ്റ്റൈലുണ്ട് മണി. രവിയേട്ട കോമാളി വേഷം മാറ്റി വെച്ചൂടെ? നാളെ ആരെങ്കിലും കണ്ടു ഞാൻ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് വരാൻ മാറ്റിട്ട് വാ. കോമാളി വേഷം എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ കോലത്തിലാക്കിയത്. എത്ര സമയം എടുത്തെന്നറിയോ? ഞാൻ 5 മിനിറ്റ് സമയം തരും, അതിനുള്ളിൽ മാറ്റാൻ പറ്റുമോ ഇല്ലയോ? എനിക്ക് വേറൊന്നും കേൾക്കണ്ട, മാറ്റിയേ പറ്റുള്ളൂ. മാറ്റി പറ്റൂ. എത്ര പാടുപെട്ടാണ് മുഖത്ത് അവര് കുറെ ആദ്യം തേച്ച് അത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ആകെ എന്ത് പാടുപെട്ടാണ്. എനിക്ക് കാണാൻ ഞാൻ കണ്ണാടി നോക്കി, എനിക്ക് നല്ല രസമുണ്ട്. ഞാൻ മാറ്റത്തൊന്നുമില്ല. പിന്നെ മാറ്റുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അമ്മ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്കേ അല്ലേ? അതെ, അതും ശരിയാണ്. പിന്നെ അവള് പറഞ്ഞ എല്ലാം ചെയ്യുന്നോണ്ടാണ് ഈ പ്രശ്നം. ഞാൻ മാറ്റാനൊന്നും പോണില്ല. ഉറപ്പിച്ച അപ്പൊ അമ്മയുടെ അടുത്ത് എതിർക്കാനാണ് അച്ഛന്റെ തീരുമാനം? വെറുതെ എതിർക്കണോ? അവള് പറഞ്ഞെല്ലാം കേൾക്കണോണ്ടാണ്. ഞാനേ രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ളൂ. രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ളൂ. അങ്ങോട്ട് പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇപ്പൊ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് വരാം, എന്നിട്ട് പോയി അവൾക്ക് പറയാം. പിന്നെ എന്നായിരിക്കുന്നില്ലേ? ഒട്ടും പേടിയില്ല അമ്മ. പൊന്നു, ഇതൊരു കഷ്ടമാണ്. നാണക്കേട് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ മാനക്കേടുണ്ടാക്കണ പരിപാടിയല്ല, ഒന്നും ചെയ്യത്തില്ല. എന്ത് നാണവും ഇല്ല മാനവും ഇല്ല. അത്രയും പ്രായമായതുള്ള എന്താ മണി? നിനക്ക് കുറച്ച് ഇതാണല്ലോ. ഞാനൊരു നല്ല എന്തെങ്കിലും വേഷം കെട്ടിക്കഴിഞ്ഞാൽ നിനക്ക് മക്കളെ ഞാനേ ഒരു നല്ല ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ആരെങ്കിലും പറയണേ കൊള്ളാന്ന് പറഞ്ഞു ഉടനെ ഇവൾക്ക് പ്രശ്നമാണ്. അവിടെ ഉടനെ എടുത്ത് ഒളിച്ചു അല്ലെങ്കിൽ തേക്കുമ്പോ കത്തിച്ചത്. അസൂയ എന്തോന്ന് അസൂയ? ഒരുമാതിരി കോമാളിത്തരം കാണിക്കുന്നതാണോ? കോമാളി വേഷം കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ കൈയടിച്ചത് പാസ്സാക്കണോ? കോമാളി വേഷം കോമാളി വേഷം അല്ലേ? അങ്ങനെയൊന്നും പറയല്ലോ അമ്മ, പാവല്ലേ. വേഷം കോമാളിയാണെന്നല്ല, നിങ്ങൾ അത് ഇട്ടപ്പോ നിങ്ങൾ കോമാളി പോലെ ആയിരുന്നു. അങ്ങനെ പറ, ഇപ്പോഴാണ് ശരിയായത്. ഉണ്ടായിരിക്കണം. അല്ല അതല്ല, വേഷം കോമാളി അല്ലെന്ന് പറഞ്ഞില്ല, അപ്പൊ അത് സത്യമല്ല. അത് ഞാനേ ഈ അടിമുടി മാറും. ഈ വേഷം എല്ലാം ഞാൻ മൊത്തം മാറാൻ പോകും. അമ്മ, അച്ഛൻ എപ്പോഴും എക്സിക്യൂട്ടീവ് ലുക്കിലല്ലേ നടക്കുന്നേ. അതിന്ന് കുറച്ച് ന്യൂജനാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങേരത്തെ തന്നെ ടീഷർട്ടും ഷോർട്സ് ഒക്കെ ഇട്ടപ്പോ എന്നാ ലുക്കായിരുന്നു. പിന്നെ ഓരോ പ്രായത്തിനനുസരിച്ചുള്ള വേഷം ഉണ്ട്. അല്ലാതെ കൊച്ചു പിള്ളേരെ പോലെ വേഷം കെട്ടല്ല വേണ്ടത്. അങ്ങനെ ഉദ്യോഗസ്ഥരാണ്, അതനുസരിച്ച് വേണം വേഷം ചെയ്യാൻ. ഞാൻ നോക്കിയ വേഷം മാറാൻ തന്നെ പോണേ. എന്നിട്ട് ഇനി മുതൽ ഞാനുണ്ടല്ലോ ആബ്സലൂട്ട് ഷർട്ട് ഇടുള്ളൂ. അതുപോലെ തന്നെ മീശ എടുക്കും. മീശ എടുക്കും. ഞാൻ മീശ എടുത്താലേ നല്ല എങ്ങാവുന്നു. സുമലത പറഞ്ഞല്ലോ. ആര് പറഞ്ഞില്ല? സുമലത പറഞ്ഞു. കേട്ടല്ലോ കേട്ടല്ലോ, ഓഫീസിലെല്ലാം പറഞ്ഞു. സുമലത 2-3 പ്രാവശ്യം പറഞ്ഞു മീശ എടുത്ത് നല്ല എങ്ങാവുന്നു. മീശ എടുക്കോ? മീശ എടുക്കോ നിങ്ങള്? ഞാൻ ഇതുവരെ എടുത്തില്ലല്ലോ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങള് സുമലത പറഞ്ഞാൽ നിങ്ങൾ മീശ എടുക്കുമല്ലേ? എന്തോന്ന് ചിലപ്പോ എടുത്തെന്നിരിക്കും. എടുക്കോ? എനിക്കൊന്ന് കാണണം. മീശ എടുത്തിട്ട് എന്തോന്ന് ഇവൾക്ക് ഭയങ്കര അസൂയാണെന്ന്. ആവശ്യമുണ്ട് അച്ഛൻ എന്തോന്ന് വെച്ചാ പറഞ്ഞിട്ട് പോയത്? എന്ത് കുഴപ്പമുണ്ടോ? സുമലതയുടെ കാര്യം അച്ഛന് ഞാൻ പറഞ്ഞു പോയി. കുഴപ്പമുണ്ടോ ഇപ്പൊ? പിന്നെ അല്ലാതെ പെട്ടെന്ന് ചെല്ല്. സുമലതയെ പിടിച്ച് വലിക്കണം അതിന്റെ ഇടയ്ക്ക്. ഇനി എന്താവോ? ഇനി പൊട്ടിത്തെറിയായിരിക്കും. മണി മണി നീ ഇങ്ങനെ വിഷമിക്കാതെ മണി. മണി 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 വിളിക്കാൻ നാണല്ലോ മനുഷ്യൻ നിങ്ങൾക്ക്. സുമയുടെ വാക്കം കേട്ടോണ്ട് സുന്ദരനാവും നടക്കുന്നത്. കെട്ടിച്ചു വിടാൻ പ്രായം 2 പെമ്പിള്ളേരുണ്ട്, അതെങ്കിലും ഓർത്തോ? എന്തോന്ന് മണി ഇങ്ങനെയൊക്കെ ഒന്നും ചെറുപ്പമാവണമെന്ന് തോന്നി. അത് ഇത്ര വലിയ തെറ്റാവെന്ന് ഞാൻ വിചാരിച്ചാ. സോറി മണി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നാണോ ഇല്ലല്ലോ, എന്തൊരു മാനക്കേടാണ്. ആ മുഴിയുടെ കോലം നോക്കി എലി കറണ്ട പോലെയുണ്ട്. എന്ത് തോന്നി മനുഷ്യൻ? നിങ്ങളുടെ പ്രായത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എന്തോന്ന് മണി ഇത്? ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞില്ലേ? എന്ത് ഭാവിച്ചാ രവിയേട്ട ഇങ്ങനെ ചെയ്തത്? സത്യം പറ, എന്തുകൊണ്ടാ? എല്ലാരും പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഒന്ന് ഇളകി എന്നുള്ള ശരി തന്നെയാണ്. ഞാൻ എന്തോ മണിയാ എല്ലാരും പറയുമ്പോ
അത് സുമയാണ് കൂടുതലും പറഞ്ഞത്. എനിക്ക് സുമയുടെ പേര് കേൾക്കുന്നതോറും ഇങ്ങനെ വല്ലാണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാൻ സുമയുടെ പേര് പറയുന്നില്ല. പോട്ടെ. ഇനി ഒരു പ്രാവശ്യം കൂടെ സുമയുടെ പേര് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്കറിയാം. ഞാൻ നിങ്ങളെ കൊല്ലും, ഞാനും ചാവും. നീ പറയട്ടെ, ഞാൻ അവളെന്തോ ഒരു കൈവേഷം തന്ന പോലെ അങ്ങനെയുള്ള സ്ത്രീയൊന്നുമല്ല അത്. അതന്നെ ഇത് തന്നെ എനിക്ക് പറയാൻ വന്നത്. കൈവിഷം തന്നല്ലേ, വേറെ എന്തോ നിങ്ങൾ ഇങ്ങനെ സുമാ 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 എന്ന് പറഞ്ഞ് നടക്കുന്നു. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം മനുഷ്യ, എനിക്ക് നിങ്ങളുടെ മുഖത്ത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നിങ്ങളുടെ മീശയാണ്. നിങ്ങൾ എത്ര പ്രായമായി അരച്ച് കുരച്ചാൽ പോലും ആ മീശ അവിടെ ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ മീശയാണ് നിങ്ങൾ വെട്ടിക്കളയണം. അത് ആ പെൺകൊച്ചിന് വേണ്ടിട്ട് വെട്ടിക്കളയണം എന്ന് പറഞ്ഞത് എനിക്ക് സഹിക്കുമോ? സത്യത്തിലേ എനിക്ക് അറിഞ്ഞൂടായിരുന്നു മണി നിനക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന്. ഇനി ഞാൻ എടുക്കില്ല, അതിൽ ഞാൻ ഇതുവരെ എടുത്തില്ലല്ലോ. അങ്ങനെ തന്നെ എത്ര കാര്യങ്ങളുണ്ടെന്നറിയോ നിങ്ങൾക്ക് അറിയാത്തതായിട്ട് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ. പക്ഷേ എന്റെ കാര്യങ്ങൾ അറിയത്തില്ല. 24 വർഷമായിട്ട് ജീവിക്കുന്ന എന്റെ കാര്യം അറിയില്ല. ഇന്നലെ വന്ന ആ പെങ്കൊച്ചിന്റെ അനിഷ്ടങ്ങളൊക്കെ ഒക്കെ അറിയാലേ. ഉടനെ അവർ പറഞ്ഞ ഉടനെ അങ്ങ് മീശ പഠിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഞാൻ ചെയ്തില്ലല്ലോ മണി. മണി മീശ ഇടണോ? മീശ എന്തിന്? വേണ്ട. സുന്ദരനാവണോ? എനിക്കാ? എന്തിന്? എനിക്ക് വേണ്ട. അയ്യേ, ഹാഫ് സ്ലീവ് ഷർട്ട് ഇടണോ? ഞാൻ ഇടൂല. ഉറപ്പാണല്ലോ? ഉറപ്പായിട്ട് ഇടൂല. അവിടെ ഞാൻ നിലത്ത് വെക്കട്ടാ? മണി ഇതവിടെ എന്തറിയുമോ, ഒന്നാമത് അത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ക്ലേയിലാണ്. ഇവിടെയൊക്കെ വീണ അത് പൊട്ടും, ഗ്ലാസും പൊട്ടും. നിലത്ത് ഓക്കെ ആണല്ലോ? വാക്കാണല്ലോ? നീ ക്ഷമിക്കും മണി. എന്നല്ലേ നിങ്ങൾക്ക് ചെറുപ്പക്കാരനാവണമെന്ന് അത്ര ആഗ്രഹമാണെങ്കിലേ ഹാഫ് സ്ലീവ് ഷർട്ട് വേണമെങ്കിൽ ഇട്ടോ, കുഴപ്പമില്ല, നിങ്ങൾക്ക് ചേരും. ആണോ? ഇടല്ലേ? അങ്ങനെയാണെങ്കിലേ മണി ഞാൻ മീശയും കൂടെ എടുത്താലോ? മണി മണി